ഹായ്, ദിസ് ഈസ് യഷായത് അലി. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിനെ കുറിച്ചാണ്. ഇൻഎലിജിബിൾ ക്രെഡിറ്റ് സെക്ഷൻ 17 സബ്സെക്ഷൻ 5 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം പെർസ്പെക്റ്റീവിൽ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്, ഇൻഎലിജിബിൾ ക്രെഡിറ്റ്സ് ഇനി എക്സാം പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിലും നമ്മളെ പ്രാക്ടിക്കൽ പെർസ്പെക്റ്റീവിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്. വിച്ച് മീൻസ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിനെ കുറിച്ച് പഠിച്ച് അതിൻ്റെ കണ്ടീഷൻസ് പഠിച്ച് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനുള്ള കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ പഠിച്ച്, ബട്ട് ഈവൻ ദോ ആ കണ്ടീഷൻസ് സാറ്റിസ്ഫൈഡ് ആണെങ്കിലും ചില ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് നമുക്ക് കിട്ടത്തില്ല, ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്. ഏതൊക്കെയാണ് ആ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നുള്ളത് ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്ന് മോട്ടോർ വെഹിക്കിളിൻ്റെ കേസാണ്. അതായത് നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിലോട്ട് ഒരു മോട്ടോർ വെഹിക്കിൾ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് കാറൊക്കെ പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കുന്ന ടാക്സ് നമുക്ക് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് ജസ്റ്റ് ബെയർലി മോട്ടോർ വെഹിക്കിൾ എന്നല്ല പറയുന്നത്, മോട്ടോർ വെഹിക്കിൾ വിത്ത് സീറ്റിംഗ് കപ്പാസിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 13% ഇൻക്ലൂഡിങ് ഡ്രൈവർ അടക്കം 13% ബിലോ അല്ലെങ്കിൽ 13% കപ്പാസിറ്റി ഉള്ള ഒരു വെഹിക്കിൾ ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടൂല. എക്സാമ്പിളായിട്ട് കാറിന് 13 സീറ്റിംഗ് കപ്പാസിറ്റി ഇല്ലല്ലോ. ബട്ട് അപ്പോൾ ഒരു കാറ് ഒരു സ്ഥാപനത്തിലോട്ട് പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിൽ, ഇവൻ ദോ അത് ബിസിനസ് പർപ്പസ് ആണെന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ഇഫ് ഇറ്റ് ഈസ് എ ബസ് ആണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ടാക്സ് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. കാരണം 13% അബോ സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നില്ലേ, ഉണ്ട്. അപ്പോൾ ചോദ്യം, ഞാനൊരു കാർ ഡീലർ ആണെങ്കിലോ, ഒരു കാറ് കച്ചവടം ചെയ്യുന്ന ആളാണ് ഞാൻ, അങ്ങനെയാകുമ്പോൾ കാറിൻ്റെ ഇൻപുട്ട് തരില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടി വാങ്ങിയതല്ലേ. എക്സെപ്ഷൻ കൊടുക്കുന്നുണ്ട്. ഈവൻ ദോ 13% ബിലോ സീറ്റിംഗ് കപ്പാസിറ്റി ഉള്ള മോട്ടോർ വെഹിക്കിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇൻപുട്ട് തരും. താഴെ പറഞ്ഞ 1, 2, 3 ഒരു ഫോർത്ത് ഒരു കേസും കൂടി ഞാൻ പറയാം. ഒന്ന്, ഫർദർ സപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ, അതായത് കാർ ഡീലർ ആണെങ്കിൽ നിങ്ങൾ കാർ വാങ്ങുന്നത് ഫർദർ സപ്ലൈക്കാണ്, വീണ്ടും വിൽക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻപുട്ട് കിട്ടും ഒരു കാർ ഡീലറെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തത്, ആ കാർ വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി ഞങ്ങൾ ചെയ്യുന്നത്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസ് ആണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻപുട്ട് തരും. പിന്നെ വരുന്നത് ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് ഓൺ ഡ്രൈവിംഗ് സച്ച് മോട്ടോർ വെഹിക്കിൾ. അതായത് ഞാൻ ഡ്രൈവിംഗ് സ്കൂളില്ലേ, എവിടെ അപ്പോഴും കാർ വെച്ചിട്ടുള്ള മെയിനായിട്ട് എൻ്റെ സോഴ്സ്, കാറല്ല എൻ്റെ മെയിൻ സാധനം, അപ്പോഴും നിങ്ങൾക്ക് ഇൻപുട്ട് തരും. അതായത് ഞാനൊരു 3-4 കാർ വാങ്ങിയത് ഡ്രൈവിംഗ് സ്കൂൾ നടത്താൻ വേണ്ടിയിട്ടാണ്. കാറിൻ്റെ കൂടെ കൊടുത്ത ടാക്സ് എനിക്ക് ഇൻപുട്ടായിട്ട് തിരിച്ച് കിട്ടും. കാരണം എക്സെപ്ഷനിൽ വരുന്നതാണ്. അപ്പം ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ ആണെങ്കിൽ കിട്ടും, നമ്മളെ ഡ്രൈവിംഗ് സ്കൂൾ ആണെങ്കിൽ കിട്ടും, അതേപോലെ ഫർദർ സപ്ലൈക്ക് ആണെങ്കിൽ കിട്ടും. ഒരു പോയിന്റും കൂടി ഉണ്ട്, അതായത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിലും കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിലും കിട്ടും. എക്സാമ്പിളായിട്ട് ട്രക്ക് വല്ലതും പർച്ചേസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ വല്ല ആപ്പേ പോലത്തെ വണ്ടി എന്തെങ്കിലും പർച്ചേസ് ചെയ്യാന്നുണ്ടെങ്കിലും അതിൻ്റെ ഇൻപുട്ട് കിട്ടും. അപ്പം സാധാരണഗതിയിൽ ഒരു ബിസിനസ്സിലോട്ട് ഒരു കാർ വാങ്ങിക്കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടൂല. കാർ ഡീലർ ആണെങ്കിൽ കിട്ടും, കാർ ട്രാൻസ്പോർട്ടേഷൻ പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കും കിട്ടും, അതേപോലെ തന്നെ ഈ ട്രെയിനിങ്, അതായത് ഡ്രൈവിംഗ് സ്കൂൾ ചെയ്യുന്ന ആൾക്കാർക്കും കിട്ടും. ഗുഡ്സ് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് വണ്ടി വാങ്ങുന്നതെന്നുണ്ടെങ്കിലും കിട്ടും. ഓക്കെ, ആ ഗുഡ്സ് വെഹിക്കിൾ ആയിരിക്കണേ. ഓക്കെ ഈ ഗുഡ്സിൻ്റെ കാര്യം ഈ നോട്ടിലാണ് പറയുന്നത്. നെക്സ്റ്റ് ഒരു കാര്യം പറയാനുള്ളത്, ഈ മോട്ടോർ വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 വീലിൻ്റെ മുകളിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. 4 വീലർ അപ്പം ഇങ്ങനെ പറയുന്നുണ്ട്, അതായത് 4 വീലിൻ്റെ താഴെയാണ്, ലെസ് ദാൻ 4 വീലും ആണ്, ഫിറ്റഡ് വിത്ത് 25 cc താഴെയാണെങ്കിൽ അത് മോട്ടോർ വെഹിക്കിൾ അല്ല. അതായത് 4 വീലിൻ്റെ താഴെയാണ് ആ വെഹിക്കിൾ, പ്ലസ് 25 cc താഴെയാണെന്നുണ്ടെങ്കിൽ അത് മോട്ടോർ വെഹിക്കിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. അങ്ങനെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എടുക്കാം. എക്സാമ്പിളായിട്ട് ഒരു 2 വീലർ വാങ്ങി, ആ 2 വീലറാണ് പ്ലസ് 25 cc താഴെയാണ് സീറ്റിംഗ് കപ്പാസിറ്റി എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എടുക്കാൻ പറ്റും. കാരണം അത് മോട്ടോർ വെഹിക്കിൾ അല്ല, ഈ കാറ്റഗറിയിൽ വരില്ല എന്നാണ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് ഒരു ക്ലാരിഫിക്കേഷനിൽ പറഞ്ഞ കാര്യമാണത്. അപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. കാരണം 13% സീറ്റിംഗ് കപ്പാസിറ്റി താഴെയുള്ള മോട്ടോർ വെഹിക്കിൾ വല്ലതും പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് കിട്ടത്തില്ല. അടുത്തത് വല്ല വെസലോ എയർക്രാഫ്റ്റോ, അതായത് ഷിപ്പോ എയറോപ്ലെയിനോ വല്ല വാങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ടും കിട്ടില്ല. അപ്പോൾ ഒരു ബിസിനസ് ഒരു ഷിപ്പ് വാങ്ങുകയാണ് ഫോർ ദി പർപ്പസ് ഓഫ് ബിസിനസ് പർപ്പസ്, അപ്പം ഇൻപുട്ട് കിട്ടൂല. ഇപ്പോൾ എയർക്രാഫ്റ്റ് വല്ലതും വാങ്ങുകയാണ്, ഇൻപുട്ട് കിട്ടൂല. ബട്ട് ഇഫ് ഇറ്റ് ഈസ് ഫോർ ഫർദർ സപ്ലൈ ആണെങ്കിൽ കിട്ടും, തിരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണെങ്കിൽ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പാസഞ്ചർ സർവീസിനുള്ളതാണെങ്കിൽ കിട്ടും. അതേപോലെ തന്നെ നാവിഗേറ്റിംഗ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇമ്പാർട്ടിംഗ് ട്രെയിനിങ് നാവിഗേറ്റിംഗ് വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പ് ഓടിക്കുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി, അത് നാവിഗേറ്റിംഗ് എന്നാ പറയാം. അല്ലെങ്കിൽ ഫ്ലൈയിങ് സച്ച് എയർക്രാഫ്റ്റ് പറപ്പിക്കാൻ വേണ്ടി പഠിപ്പിച്ചു കൊടുക്കുന്ന പരിപാടി, അതാണ് ഇമ്പാർട്ടിംഗ് ട്രെയിനിങ്. അപ്പോൾ അതിനൊക്കെ ആണെങ്കിൽ കിട്ടും. ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഗുഡ്സ് ആണെങ്കിലും കിട്ടും. ഇതിലൊക്കെ ആണെങ്കിൽ ഇൻപുട്ട് കിട്ടും, അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടൂല വെസൽ എയർക്രാഫ്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ. അടുത്തത് ഇൻഷുറൻസ് ആണ്. അതായത് ഈ മേലെ പറഞ്ഞ 2 ഐറ്റത്തിൻ്റെ, മോട്ടോർ വെഹിക്കിളിൻ്റെയും അല്ലെങ്കിൽ വെസൽ എയർക്രാഫ്റ്റിൻ്റെയും ഇൻഷുറൻസ്, അതിൻ്റെ സർവീസിങ്, റിപ്പയർ, മെയിൻ്റനൻസ്, അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പം ഇതിൻ്റെ കൂട്ടത്തിലൊക്കെ എന്ത് ചെയ്യും, ടാക്സ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഇൻഷുറൻസ് എടുക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ GST കൂടി കൊടുക്കേണ്ടി വരും. വെദർ ആ ഇൻപുട്ട് കിട്ടുമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറുപടി ഇതാണ്, ശ്രദ്ധിച്ച് കേട്ടോ, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത്
ഇഫ് ആ മോട്ടോർ വെഹിക്കിളിൻ്റെ അല്ലെങ്കിൽ ആ വെസലിൻ്റെ ആ എയർക്രാഫ്റ്റിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസ്, റിപ്പയറിങ്, അതേപോലെ മെയിൻ്റനൻസിൻ്റെയും ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഒരു ബസ്സാണ് എൻ്റെ ബിസിനസ്സിലോട്ട് വാങ്ങിയത്. 13% അബോവ് സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ബസ്സിൻ്റെ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാം. അപ്പം തന്നെ അതുപോലെ തന്നെ ആ ബസ്സിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന പോലെ തന്നെ ബസ്സിൻ്റെ ഇൻഷുറൻസിൻ്റെ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാം, ബസ്സിൻ്റെ റിപ്പയറിൻ്റെ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാം, മെയിൻ്റനൻസിൻ്റെ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാം. ഇഫ് ഞാൻ എൻ്റെ കാർ എടുത്ത് ബിസിനസ് പർപ്പസിന് വേണ്ടി കാറിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ കാറിൻ്റെ ഇൻഷുറൻസിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാറിൻ്റെ റിപ്പയറിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, കാറിൻ്റെ മെയിൻ്റനൻസിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇഫ് ദാറ്റ് മോട്ടോർ വെഹിക്കിൾ അല്ലെങ്കിൽ വെസൽ എയർക്രാഫ്റ്റിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇൻഷുറൻസിൻ്റെയും റിപ്പയറിങ്ങിൻ്റെയും മെയിൻ്റനൻസിൻ്റെയും ഇൻപുട്ടും ക്ലെയിം ചെയ്യാം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞ പോയിന്റ്. ഞാൻ വായിക്കുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ, അതാണ് പറഞ്ഞ പോയിന്റ്. അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ജനറൽ ഇൻഷുറൻസ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയും. എന്നിട്ട് അവിടെ തന്നെ പറയും ആ മോട്ടോർ വെഹിക്കിൾ ഏതാന്ന് പറയും. ബസ്സൊക്കെയാണ്, അപ്പോൾ ആലോചിക്കുക ബസ്സാകുമ്പോൾ ഇൻപുട്ട് എടുക്കാൻ പറ്റുമായിരുന്നു, അപ്പോൾ അതിൻ്റെ ഇൻഷുറൻസിൻ്റെ ഇൻപുട്ട് എന്ത് ചെയ്യാൻ എടുക്കാൻ പറ്റും എന്ന് ചിന്തിച്ചിട്ടാണ് എഴുതാൻ. ഓക്കെ, ഇനി ഇൻഷുറൻസിന്റെ കേസിൽ രണ്ട് കൂട്ടർക്ക് ഓൾവേസ് അലൗഡ്. ഇൻഷുറൻസ്, റിപ്പയർ, മെയിൻ്റനൻസിന്റെ കേസിൽ ഈ പറഞ്ഞ സീറ്റിംഗ് കപ്പാസിറ്റി അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, ഓൾവേസ് അലൗഡ് ആണ്. ഒന്ന് മാനുഫാക്ചററിന്, ഏതിന്റെ മാനുഫാക്ചററിന്? നമ്മളെ മോട്ടോർ വെഹിക്കിൾസിന്റെയും എസ്എലിന്റെയും എയർക്രാഫ്റ്റിന്റെയും മാനുഫാക്ചർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓൾവേസ് ഇൻപുട്ട് മീൻസ് ഈ പറഞ്ഞ ഇൻഷുറൻസിന്റെയും റിപ്പയറിന്റെയും മെയിൻ്റനൻസിന്റെയും ഇൻപുട്ട് ഓൾവേസ് അലൗഡ് ആണ്. അതേപോലെ ഇൻഷുറൻസ് സർവീസ് നടത്തുന്ന ആൾക്കാർക്കും ഓൾവേസ് അലൗഡ് ആണ്. ഇപ്പോൾ ഇൻഷുറൻസ് സർവീസ് നടത്തുന്ന ആളാണെങ്കിൽ ഞാൻ വേറൊരു ഇൻഷുറൻസ് എടുത്തിട്ട് അത് റീസെയിൽ ചെയ്യുന്ന പോലെ റീ ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും ഇൻപുട്ട് അലൗഡ് ആണ്. ഈ 3 കേസ് റിയലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് 3 കണക്ട് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് സാധനങ്ങളാണ്, അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് ഈ DEF, G വരെ ഇതൊക്കെ സിമിലർ ആയിട്ടുള്ള കാര്യം. ഡി മുതൽ G വരെയുള്ള കാര്യം ഒരേ കാറ്റഗറിയിൽ വരുന്നതാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ഇവർ പറയുന്ന G എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ആൻഡ് ബീവറേജസ് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ഔട്ട്ഡോർ കാറ്ററിംഗ് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ ഹെൽത്ത് സർവീസസ് പർച്ചേസ് ചെയ്ത്, അല്ലെങ്കിൽ കോസ്മെറ്റിക് ആൻഡ് പ്ലാസ്റ്റിക് സർജറി സർവീസസ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടുമെന്ന ചോദ്യം കിട്ടൂല. അപ്പം നമ്മൾ എന്തിനാ അത് പർച്ചേസ് ചെയ്യുന്ന ഒരു കമ്പനി ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഫുഡ് ആൻഡ് ബീവറേജ് ആർക്ക് വേണ്ടിയിട്ടായിരിക്കും? എംപ്ലോയീസിന് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. എംപ്ലോയീസിന് വല്ല ഹെൽത്ത് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ എംപ്ലോയീസിന് വല്ല ഈ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാവും എംപ്ലോയർ വേറൊരു ടീമിനെ ഏൽപ്പിച്ച് അവരൊക്കെ ചെയ്തു കൊടുക്കും. അപ്പോൾ എംപ്ലോയറാണ് പൈസ കൊടുക്കുന്നത്, പൈസന്റെ കൂട്ടത്തിൽ ടാക്സും കൊടുക്കൂലേ, GST കൊടുക്കണ്ടാവില്ലേ? അപ്പോൾ ഇവൻ ദോ ബിസിനസ് പർപ്പസ് ആണെങ്കിലും ആ ഇൻപുട്ട് കിട്ടൂല. അപ്പം എനിക്കൊരു കമ്പനി ഉണ്ട്, എൻ്റെ കമ്പനിയിൽ ഒരു മാസത്തിൽ 4 തവണ എന്ത് ചെയ്യുന്നുണ്ട്, എംപ്ലോയീസിന് ഞാൻ ഫുഡ് കൊടുക്കുന്നുണ്ട്. ആ ഫുഡ് കൊടുക്കുന്നതിന്റെ എക്സ്പെൻസ് ഞാനാണ് മെറ്റ് ഞാനാണ് കാറ്ററിംഗ് സർവീസുകാർക്ക് എന്ത് ചെയ്യുന്ന പൈസ കൊടുക്കുന്നത്, പൈസന്റെ കൂട്ടത്തിൽ ടാക്സും കൊടുക്കുന്നുണ്ട്. ഇവൻ ദോ അത് ആ എക്സ്പെൻസ് ഫോർ ബിസിനസ് ആണെങ്കിലും അതിന്റെ ഇൻപുട്ട് എനിക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. അൺലെസ് പറ്റും എപ്പോ? ഇഫ് ദർ ഈസ് എനി സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. ഒരു സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ട്, അതായത് സം ലോ, ഏതോ ഒരു ലോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ദർ ഈസ് ഒബ്ലിഗേഷൻ ഫ്രം ദി ഗവൺമെന്റ്, ദാറ്റ് ഈസ് എംപ്ലോയിക്ക് ഇതേപോലെ ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ബ്യൂട്ടി ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഹെൽത്ത് കെയർ കൊടുക്കണം. ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ഒബ്ലിഗേഷൻ, ഒരു ലോ ഒബ്ലിഗേഷൻ വരുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ അത് നിർബന്ധിതമായതുകൊണ്ടല്ലേ ചെയ്യുന്നത്, ഒരു നിയമം പറഞ്ഞുകൊണ്ടല്ലേ ചെയ്യുന്നത്, അങ്ങനെയാണെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ നിങ്ങൾ തപ്പേണ്ടത് എന്താണെന്നറിയോ? ക്വസ്റ്റ്യനിൽ ഫുഡ്, ബീവറേജ് ഇതേപോലെയൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഇൻപുട്ട് പറ്റുമോ ഇല്ലയോ നോക്കേണ്ടത് എന്ത് ഡിപ്പെൻഡ് ചെയ്തിട്ടാ? ഇഫ് ദർ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇൻപുട്ട് എടുക്കാം. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഒന്നും പറയുന്നില്ല, അതിനെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യുന്നില്ലെങ്കിൽ ഇൻപുട്ട് ബ്ലോക്ക്ഡ് ആണ്. ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ അതാണ് നമ്മൾ നോക്കേണ്ടത്. എക്സാം പെർസ്പെക്റ്റീവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ഫുഡ് ബീവറേജസ് പർച്ചേസ്ഡ് ബൈ എംപ്ലോയർ അല്ലെങ്കിൽ കമ്പനി എന്ന് പറയും. അപ്പോൾ അതിന്റെ ഇൻപുട്ട് കിട്ടുമോ ഉണ്ടോ ഇല്ലയെന്ന് എങ്ങനെ ഡിസൈഡ് ചെയ്യുക? ഇഫ് ദർ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇൻപുട്ട് എടുക്കാം, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റൂല. ഓക്കെ, നെക്സ്റ്റ് വെൻ ആൻ ഇൻവേർട്ട് സപ്ലൈ ഓഫ് ദിസ്, അതായത് അടുത്ത് പറയുന്നത് ഞാൻ വായിക്കുന്നില്ല, അടുത്ത് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഫുഡ് ആൻഡ് ബീവറേജ് ഇതൊക്കെ പർച്ചേസ് ചെയ്തതേ ഫർദർ സപ്ലൈക്ക് ആണെങ്കിൽ ഇവിടെ ഉണ്ട് ഇസ് മേക്കിംഗ് ആൻ ഔട്ട്വേർഡ് സപ്ലൈ. ഇതൊക്കെ വാങ്ങിയത് തിരിച്ച് വിൽക്കാൻ വേണ്ടിയിട്ട്, അതായത് ഫർദർ സപ്ലൈക്കാണ് ഞാൻ അത് വാങ്ങിയെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ഇൻപുട്ട് എടുക്കാം. എടാ ഞാനൊരു കാറ്ററിംഗ് സർവീസുകാരനാണ്, ഞാൻ വേറൊരു കാറ്ററിംഗ് സർവീസുകാരനെ കൊണ്ട് ഒരു പണി ചെയ്യിപ്പിച്ച്, അപ്പോൾ അയാൾ ബില്ല് ചെയ്യുന്ന ആർക്കേക്കാരം? എനിക്കായിരിക്കും. എന്നിട്ട് ഞാൻ അത് ഫർദർ ബില്ല് ചെയ്ത് കൊടുക്കും വേറെ ആൾക്ക് അല്ലേ. ഇപ്പം ഞാനൊരു ഇവന്റ് എന്ത് ചെയ്തു, കാറ്ററിങ്ങിന് എടുത്തു. അപ്പോൾ ഞാൻ അതിൻ്റെ എന്തോ ഒരു ഡെസേർട്ട്, അതായത് പുഡിംഗ് ഓർ സംതിങ് ഉണ്ടാക്കാൻ എൻ്റെ ടീമിൽ ആളില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പുറത്തുനിന്ന് വേറൊരു കാറ്ററിംഗ് ടീമാരെ ഏൽപ്പിച്ച് അവരെന്ത് ചെയ്യും, എനിക്ക് വേണ്ടിയിട്ട് പുഡിംഗ് ഒക്കെ ഉണ്ടാക്കി തരും. അവർ ബില്ല് ചെയ്യുന്ന ആരുടെ പേരില്ല? എൻ്റെ പേരിലല്ലേ. എനിക്ക് അതിൻ്റെ ഇൻപുട്ട് എടുക്കാൻ പറ്റുമോ? പറ്റും, കാരണം ഫർദർ സപ്ലൈക്ക് വേണ്ടി വാങ്ങിയതല്ലേ, എൻ്റെ കമ്പനിയുടെ എംപ്ലോയീസിനോ അല്ലെങ്കിൽ വേറെ ആർക്കും വാങ്ങിയല്ലോ. അപ്പോൾ ഫർദർ സപ്ലൈക്കാണ് ഇത് പറഞ്ഞത്, ഇത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് കിട്ടും. അതെല്ലാം അങ്ങനെ തന്നെയാണ്. ഫർദർ സപ്ലൈക്കുമാണ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാത്തിൻ്റെയും ഇൻപുട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അതാണ് ആ പോയിന്റ്. നെക്സ്റ്റ് ഈ പോയിന്റ്,
ഐ തിങ്ക് കംഫർട്ടബിൾ ആയിട്ട് മനസ്സിലായിട്ട് പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്കാണ് എൻ്റെ പവർ, നമ്മളെ മൊത്തം കാറ്റലിസ്റ്റിൻ്റെ പവർ നിങ്ങളെ ഫീഡ്ബാക്കാണ്. സോ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഇയും എഫും ഇ എഫ് ജിയും ഒരേ പോലെ തന്നെയാണ്. അതായത് ഇപ്പോൾ മേലെ ഹെൽത്ത് കെയർ അതേപോലെ ഫുഡ് ഇതൊക്കെ കൊടുത്ത്, അതേപോലെ മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്ബ് കൊടുത്തു എംപ്ലോയിക്ക്, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇതൊക്കെ പർച്ചേസ് ചെയ്യും. എന്നിട്ട് ഇതൊക്കെ എന്തിനാണ് ഒരു കമ്പനി വാങ്ങുന്നത്? ഡെഫിനറ്റ്ലി ഫോർ ദി എംപ്ലോയി അല്ലേ? അപ്പം മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്ബ് അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് സർവീസ് ഒക്കെ എംപ്ലോയർ എടുത്ത്, ഇതൊക്കെ പർച്ചേസ് ചെയ്യുന്നത് എംപ്ലോയറാണ്. ആർക്ക് വേണ്ടിയിട്ട്? എംപ്ലോയിക്ക് വേണ്ടിയിട്ട്. അതേപോലെ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, സോറി, ഇവിടെ അല്ല, മേലെയാണ്. മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്ബ് അതേപോലെ ഹെൽത്ത് ആൻഡ് ഫിറ്റ്നസ് ഇതൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദർ ഇസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. അഗെയിൻ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കാം, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഇല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ അഗെയിൻ ആ പോയിന്റ് വന്നു. അപ്പോൾ മെമ്പർഷിപ്പ് ഓഫ് എ ക്ലബ്ബ് എടുത്തു എന്ന് ക്വസ്റ്റിന് തരും. സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, നെക്സ്റ്റ് ലീസിങ്, റെന്റിങ്, ഹയറിംഗ് ഓഫ് എ മോട്ടോർ വെഹിക്കിൾ, വെസൽ ഓർ എയർക്രാഫ്റ്റ്. അതായത് എംപ്ലോയീസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരു വണ്ടി വാടക എടുത്തു, അല്ലെങ്കിൽ ഷിപ്പ് വാടക എടുത്തു, എയർക്രാഫ്റ്റ് വാടക എടുത്തു, ലീസ്, ഹയർ, എന്തെങ്കിലും റെന്റോ ഏതോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരേ മുകളിൽ തന്നെ പറയുന്നത്. അതിന് ഇൻപുട്ട് കിട്ടണമെങ്കിൽ ദർ ഷുഡ് ബി ആൻ ഗവൺമെന്റ് ഒബ്ലിഗേഷൻ. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ അല്ല വേർഡ് യൂസ് ചെയ്ത്, ഗവൺമെന്റ് ഒബ്ലിഗേറ്ററി ആക്കിയിട്ടുണ്ടെന്നാണ് വേർഡ് യൂസ് ചെയ്ത്. മീനിങ് സെയിം തന്നെയാണ്, സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടായിരിക്കണം, അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് കിട്ടും. അപ്പോൾ ഈ 3 പോയിന്റും സ്റ്റിൽ പറഞ്ഞു വെച്ചാൽ തന്നെയാണ് ഇതൊക്കെ ഒരു എംപ്ലോയർ, അതായത് ഒരു കമ്പനി വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ, അല്ലെങ്കിൽ ഫോർ ഫർദർ സപ്ലൈ ആയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ വന്നാലേ ഇൻപുട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടൂല. അഗെയിൻ ഫർദർ സപ്ലൈ ഇവിടെ വരുന്നുണ്ട്, മേക്കിംഗ് ആൻഡ് ഔട്ട്വേർഡ്സ് ടാക്സബിൾ സപ്ലൈ. ഞാൻ വണ്ടി ലീസിനെടുത്തത് ഫർദർ സപ്ലൈക്കാണെങ്കിൽ ഇൻപുട്ട് കിട്ടും, അല്ലെങ്കിൽ ഇൻപുട്ട് കിട്ടൂല. കിട്ടണമെന്നുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. എംപ്ലോയിക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തു എന്നുള്ള സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ ഉണ്ടെങ്കിൽ ഇൻപുട്ട് കിട്ടുള്ളൂ. ജിയും സെയിം ആടാ. ജി ട്രാവൽ ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. എംപ്ലോയിക്ക് ട്രാവൽ ബെനിഫിറ്റ്സ്, വെക്കേഷനിൽ ലീവ് ട്രാവൽ കൺസെഷൻ കൊടുക്കുന്ന അല്ലെങ്കിൽ ഹോം ട്രാവൽ കൺസെഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്ന എംപ്ലോയർ ആയിരിക്കും. അതിന്റെ കൂടെ എന്തെങ്കിലും ഫുൾ ചെലവ് പാക്കേജ് എംപ്ലോയർക്കാരും കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ കൂട്ടത്തിൽ എന്തും കൂടി കൊടുക്കുന്നുണ്ടാവും, GST കൂടി കൊടുക്കുന്നുണ്ടാവും. ഇൻപുട്ട് കിട്ടും ഇഫ് ദർ ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. എംപ്ലോയിക്ക് അതേപോലെ ലീവ് ട്രാവൽ കൺസെഷൻ കൊടുക്കണം എന്ന് ഏതെങ്കിലും നിയമപ്രകാരം പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ അതിന്റെ ഇൻപുട്ട് കിട്ടും, അല്ലെങ്കിൽ അതിന്റെ ഇൻപുട്ട് കിട്ടൂല. ഓക്കെ, സോ നമുക്ക് ഒറ്റയടിക്ക് സിമ്പിൾ ആയിട്ട് പറയാം, DEFG ഇതൊക്കെ ഇൻപുട്ട് ഒരു കമ്പനി പർച്ചേസ് ചെയ്തിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഇൻപുട്ട് ടാക്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ദർ ഷുഡ് ബി എ സ്റ്റാറ്റ്യൂട്ടറി ഒബ്ലിഗേഷൻ. എച്ച് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയാണ്. ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു വർക്ക് കോൺട്രാക്ടർ ഏൽപ്പിച്ച്, അതായത് ഒരു കോൺട്രാക്ട് സർവീസ് കൊടുത്തു. അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസ് ബിൽഡിംഗ് മാറ്റാൻ വേണ്ടി, അതായത് അപ്പുറത്ത് ഒരു പുതിയൊരു ഓഫീസ് തുടങ്ങാൻ വേണ്ടി ഒരു കൺസ്ട്രക്ഷൻ, ഒരു ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ച്, അതിന് വേണ്ടിയിട്ട് ഒരു കോൺട്രാക്ടറെ ഞാൻ ഏൽപ്പിച്ച് അയാൾക്ക് പൈസയും കൊടുക്കും. പൈസേൻ്റെ കൂടെ മാത്രം കൊടുത്താൽ പോലെ അയാൾക്ക് GST കൂടി കൊടുക്കേണ്ടി വരും. ഈസ് എ GST രജിസ്റ്റർഡ് പേഴ്സൺ. അപ്പോൾ ഞാൻ GST കൂടി കൊടുത്ത് ഞാൻ എൻ്റെ ബിസിനസ് പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ എൻ്റെ ഓഫീസിന് വേണ്ടി ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എനിക്ക് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? പറ്റൂല. ഓക്കെ, ബ്ലോക്ക്ഡ് കിട്ട പഠിക്കുന്ന വർക്ക് കോൺട്രാക്ട് സർവീസ് സ്വീകരിച്ചു ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി, ഇൻപുട്ട് ഈസ് ബ്ലോക്ക്ഡ്. വല്ലാത്തൊരു ബ്ലോക്കാണത്. അതായത് ഞാനൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു പൈസ ചിലവാക്കി കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടൂല. അതിന്റെ റീസൺ ലോജിക്കലി എനിക്ക് തോന്നുന്നത് ഇതാണ്. അതായത് സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നെഗറ്റീവ് ലിസ്റ്റാണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റൂലല്ലോ. സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് നെഗറ്റീവ് ലിസ്റ്റിൽ വരുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഫർദർ ഈ സാധനം വിൽക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻപുട്ട് എന്തായാലും എടുക്കാൻ പറ്റില്ല. ഫർദർ ഈ സാധനം വിൽക്കുമ്പോൾ എന്തായാലും ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. ശരിയല്ലേ? അപ്പം ഈ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട്, അതായത് ഇൻപുട്ട് ഞാനിത് ഫർദർ സപ്ലൈക്ക് സോറി അതായത് വർക്ക് കോൺട്രാക്ട് സർവീസ് ഞാൻ എന്തായാലും സെയിൽ ഒരു ബിൽഡിംഗ്, എൻ്റെ ഓഫീസ് ബിൽഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാനത് ഒന്നൊക്കെ വിൽക്കുക ചെയ്യുക അല്ലേ? ബിൽഡിംഗ് ഞാൻ എന്ത് ചെയ്യും? വിൽക്കും. അപ്പം അങ്ങനെ വിൽക്കുമ്പോൾ ബിൽഡിംഗ് വിൽക്കുകയാണെന്ന് വെച്ചാൽ എന്തായാലും അവിടെ ടാക്സ് കളക്ഷൻ ഇല്ല. കാരണം സെയിൽ ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ് എന്താ നെഗറ്റീവ് ലിസ്റ്റാണ്, GST ഇല്ലല്ലോ, സപ്ലൈ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ എന്ത് വേണ്ട, ഇൻപുട്ട് എടുക്കണ്ട എന്നുള്ളതായിരിക്കാം അതിൻ്റെ കാര്യം വരുന്നത്. അൾട്ടിമേറ്റ് കൺസ്യൂമർ ആണ്, അതുകൊണ്ട് ഇൻപുട്ട് എടുക്കേണ്ടെന്നായിരിക്കും എൻ്റെ ലോജിക്ക് ഒന്നും പഠിക്കാൻ ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞത് ഇൻപുട്ട് സർവീസ് ഫർദർ, അതായത് നമ്മൾ വല്ല വർക്ക് കോൺട്രാക്ട് സർവീസ് കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവബിൾ പ്രോപ്പർട്ടിക്ക് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടൂല, പക്ഷെ കിട്ടും ഇറ്റ് ഈസ് ഫോർ ദ ഫർദർ സപ്ലൈക്കാണെങ്കിൽ. അങ്ങനെ ഫർദർ സപ്ലൈ ആവുക, അതാ ഞാനൊരു വർക്ക് കോൺട്രാക്ടറാണ്, ഞാൻ വേറൊരു വർക്ക് കോൺട്രാക്ടറുടെ സർവീസ് എടുത്തു. ഞാനൊരു വർക്ക് കോൺട്രാക്ടറാണ്, ഞാൻ വേറൊരു വർക്ക് കോൺട്രാക്ടറുടെ സർവീസ് എടുത്തു. അപ്പം ആലോചിക്കണേ, അതായത് ഞാനൊരു വർക്ക് കോൺട്രാക്ടർ, ഞാൻ വേറൊരു വർക്ക് കോൺട്രാക്ടറെ സർവീസ് എടുത്തു. അപ്പം ഞാൻ എന്തിനെടുത്തതാ? എൻ്റെ പേഴ്സണൽ ബിൽഡിംഗ്, അല്ലെങ്കിൽ ഞാനിത് എൻ്റെ ഓഫീസ് പർപ്പസിന് ബിൽഡ് ചെയ്തതാ അല്ല, ഞാൻ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം, ഒരു കോൺട്രാക്ട് സർവീസ് എനിക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അതിലൊരു പാർട്ട്, ഇപ്പോൾ എക്സാമ്പിളായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കണം. ആ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത്? വേറെ ആളെ ഏൽപ്പിക്കും. അയാൾ എന്ത് ചെയ്യും? സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി തരും. അയാൾ ബില്ല് ചെയ്യുന്ന ആർക്കായിരിക്കും? എനിക്കായിരിക്കും. എന്നിട്ട് ഞാൻ പിന്നെ ഫർദർ ബില്ല് ചെയ്യും ആർക്ക്? എൻ്റെ കസ്റ്റമറിൻ്റെ പേരിൽ. അപ്പം അയാൾ എനിക്ക് ബില്ല് ചെയ്തത് എനിക്ക് ഇൻപുട്ട് എടുക്കാം. കാരണം ഞാൻ സ്വിമ്മിംഗ് പൂൾ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല,
ഞാൻ എന്ത് ചെയ്യും, ഫർദർ സപ്ലൈക്ക് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ ഇൻപുട്ട് എനിക്ക് എടുക്കാം. അപ്പോൾ ഫർദർ സപ്ലൈക്ക് വേണ്ടിയിട്ട് വല്ല വർക്ക് കോൺട്രാക്ട് സർവീസ് എടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് കിട്ടും. അതെപ്പോഴാണെങ്കിൽ ഞാനൊരു വർക്ക് കോൺട്രാക്ടർ ആണെങ്കിൽ അത് നടക്കുള്ളൂ. ഓക്കെ, ദെൻ അതേപോലെ ആ പ്ലാന്റ് ആൻഡ് മിഷനറി അല്ലെങ്കിൽ ആ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഒരു പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ എന്ത് ചെയ്യാം, ഇൻപുട്ട് എടുക്കാം. അപ്പം ഞാൻ കൺസ്ട്രക്ട് ചെയ്തത് ഒരു പ്ലാന്റ് ആൻഡ് മിഷനറിയാണ്. വർക്ക് കോൺട്രാക്ടർ വെച്ചിട്ട് ഞാനൊരു പ്ലാന്റ് ആൻഡ് മിഷനറി കൺസ്ട്രക്ട് ചെയ്തു. ആ വർക്ക് കോൺട്രാക്ടർ വെച്ചിട്ട് പ്ലാന്റ് ആൻഡ് മിഷനറി കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അതിലുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് അല്ലെങ്കിൽ ആ GST എനിക്ക് എന്ത് ചെയ്യാം, ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ആയിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ നോട്ടിലും പറയുന്നത് അത് തന്നെയാണ്. നിങ്ങൾ വല്ല മൂവൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യണം, എക്സെപ്റ്റ് പ്ലാന്റ് ആൻഡ് മിഷനറി എല്ലാം കൺസ്ട്രക്ട് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്തൊരു ചോദ്യമായി, ആ ബിൽഡിംഗ് അല്ലെങ്കിൽ ആ ഒരു ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് ആ ഇമ്മൂവൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് വല്ല റിനോവേഷൻ, റിപ്പയർ, മെയിൻ്റനൻസ് നടത്തി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ ചിലവാക്കുമ്പോൾ കൂടെ GST കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ട് കിട്ടുമെന്ന ചോദ്യം. അതായത് റിപ്പയർ ഒക്കെ നടത്തുമ്പോൾ. അപ്പോൾ റിപ്പയർ ഒക്കെ നടത്തുമ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റുട്ടീൻ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്കാണ്. അതായത് റിനോവേഷൻ, റിപ്പയർ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാം, ഇൻപുട്ട് എടുക്കാം. ITCs അവൈലബിൾ. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇറ്റ് ഷുഡ് ബി റവന്യൂ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവരുത്, അസറ്റ് നാച്ചർ ആവരുത്, എക്സ്പെൻസ് നാച്ചർ തന്നെ ആയിരിക്കണം. ഇഫ് ഇറ്റ് ഈസ് ആൻ എക്സ്പെൻഡിച്ചർ എങ്ങനെ ആക്കുക, അതായത് P&L ആണ് ആ എക്സ്പെൻസ് കാണിക്കണമെന്നുണ്ടെങ്കിൽ, P&L ആണ് അത് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്സ്പെൻസ് നാച്ചർ, അങ്ങനെയാണെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാം. നേരെ മറിച്ച് ഞാൻ അസറ്റ് ആയിട്ടാണ് കാണിക്കുന്നത്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. Thus broadly ITC in respect of construction service is not available. ഒറ്റയടിക്ക് നമുക്ക് പറയാൻ പറ്റും കൺസ്ട്രക്ഷൻ റിലേറ്റഡ് വർക്കിന്റെ ഇൻപുട്ട് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റൂല. ബട്ട് അത് ഇഫ് ദി ക്യാപിറ്റലൈസ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്, ഞാനത് ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ അസറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കിട്ടൂല. നേരെ മറിച്ച് ഞാനൊരു എക്സ്പെൻസ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് അതിൻ്റെ ഇൻപുട്ട് എടുക്കാം. ഇതാണ് സിമ്പിൾ ആയിട്ട് അതിൻ്റെ ഒരു സിമ്പിൾ ടോപ്പിക്. അതായത് ഞാനൊരു വർക്ക് കോൺട്രാക്ട് ഉപയോഗിച്ചിട്ട് ഞാനൊരു ബിൽഡിംഗ് പുതിയത് കൺസ്ട്രക്ട് ചെയ്തു, അതിന് ഇൻപുട്ട് എനിക്ക് എടുക്കാൻ പറ്റില്ല, കാരണം അത് ക്യാപിറ്റലൈസ്ഡ് നാച്ചറാണ്, ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. നേരെ വെച്ചാൽ ആ ബിൽഡിങ്ങിന്റെ റിപ്പയറിംഗ് ആണ് ചെയ്തത്, ജസ്റ്റ് എക്സ്പെൻസ് നാച്ചറാണ്, അങ്ങനെയാണ് അതിന് ഇൻപുട്ട് എടുക്കാം. അത് മൈൻഡിൽ ഉണ്ടായിക്കോട്ടെ, കാരണം എക്സാമിന് ഇത് വരുമ്പോൾ ശ്രദ്ധിക്കണം, വെദർ അത് ക്യാപിറ്റൽ നാച്ചറാണോ അല്ലെങ്കിൽ റവന്യൂ നാച്ചറാണോ നോക്കണം. ഇനി ആ പ്ലാന്റ് ആൻഡ് അതൊരു ഇമ്മൂവൽ പ്രോപ്പർട്ടി ഒരു പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ പിന്നെ ഒരു കുഴപ്പമില്ല, ക്യാപിറ്റലോ റവന്യൂ എന്തായാലും കുഴപ്പമില്ല, ഇമ്മൂവൽ പ്രോപ്പർട്ടി റിലേറ്റഡ് സർവീസസിന്റെ ഇൻപുട്ട് എടുക്കാം. അപ്പോൾ അടുത്തൊരു ഡൗട്ട്, ഞാൻ വർക്ക് കോൺട്രാക്ടർ ഒന്നും ഏൽപ്പിക്കുന്നില്ല, ഞാൻ സ്വമേധയാ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് കിട്ടുമോ? അങ്ങനെയാണെങ്കിലും കിട്ടൂല. അതായത് ഇഫ് ഓൺ അക്കൗണ്ട് നമ്മൾ തന്നെ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു, ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി ഓൺ ഇസ് ഓൺ അക്കൗണ്ട്, അപ്പോഴും ഇൻപുട്ട് കിട്ടൂല. ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലേ. അപ്പം ഈ പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ അപ്പോഴും പ്ലാന്റ് ആൻഡ് മിഷനറി ഒഴിവാക്കിയിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മിഷനറിയുടെ ഇൻപുട്ട് എടുക്കാം. അപ്പോൾ ഒരു ഇമ്മൂവൽ പ്രോപ്പർട്ടി കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ഓൺ ഇസ് ഓൺ അക്കൗണ്ട്, നമ്മൾ സ്വമേധയാ കൺസ്ട്രക്ട് ചെയ്യാനാണ് തീരുമാനിച്ചത്. അപ്പം പ്ലാന്റ് ആൻഡ് അതർ ദാൻ പ്ലാന്റ് ആൻഡ് മിഷനറി ആണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല, പ്ലാന്റ് ആൻഡ് മിഷനറി ആണെങ്കിൽ ഇൻപുട്ട് എടുക്കാം. അപ്പോൾ ഞാനൊരു സ്വന്തമായിട്ടൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു, വർക്ക് കോൺട്രാക്ടർ ഒന്നുമില്ല, ഞാൻ തന്നെ ലേബേഴ്സിനെ സപ്ലൈയും ഞാൻ തന്നെ എന്ത് ചെയ്യും, ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്യും, മെറ്റീരിയൽസ് ഒക്കെ ഞാൻ തന്നെ പർച്ചേസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഇൻപുട്ട് എന്തെങ്കിലും വരികയാണെങ്കിൽ എടുക്കാൻ പറ്റില്ല. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസ്ട്രക്ഷൻ ഓഫ് എൻ ഇമ്മൂവൽ പ്രോപ്പർട്ടി കംപ്ലീറ്റ്ലി ഇൻപുട്ട് ബ്ലോക്ക്ഡ് ആണ്, അത് ക്യാപിറ്റൽ നാച്ചർ ആണെങ്കിൽ. റിപ്പയർ റിനോവേഷൻ ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാം, അതിൻ്റെ ഇൻപുട്ട് എടുക്കാം. പ്ലാന്റ് ആൻഡ് മിഷനറിക്ക് ആ ലിമിറ്റ്, ആ പ്രശ്നമില്ല, ബ്ലോക്കിംഗ് ഇല്ല. പ്ലാന്റ് ആൻഡ് മിഷനറി കൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ പ്ലാന്റ് ആൻഡ് മിഷനറി ഇതാക്കാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. ഇനി എന്താണ് പ്ലാന്റ് ആൻഡ് മിഷനറി എന്നുള്ള ഡെഫിനേഷൻ ഇവിടെ പറയുന്നുണ്ട്, ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ചു നോക്കുക, കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ പ്ലാന്റ് ആൻഡ് മിഷനറി എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ജെ പറയുന്നത് കോമ്പോസിഷൻ സ്കീം അനുസരിച്ചിട്ട് വല്ല ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടില്ല. അപ്പോൾ കോമ്പോസിഷൻ സ്കീം അനുസരിച്ചിട്ട് വല്ല ടാക്സ് പേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് അലൗഡ് അല്ല. കോമ്പോസിഷൻ സ്കീമിലെ ടാക്സ് ഇവിടെ പേ ചെയ്യും, നമ്മൾ സ്വമേധയാ പേ ചെയ്യുന്നതല്ലേ, അതിൻ്റെ ഇൻപുട്ട് അങ്ങനെ കിട്ടൂല. നെക്സ്റ്റ് വരുന്നത് കെ ആണ്, അതായത് നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സൺ ആണ് ഞാൻ. നോൺ റെസിഡന്റ് NRTP, ഒരു NRTP എന്താണെന്നറിയോ, നമ്മൾ പഠിച്ചിട്ടില്ല. NRTP ആൻഡ് കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വിൽ ഡിസ്കസ് ലേറ്റർ. അതായത് NRTP എന്താ, നോൺ കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ എന്താ. അപ്പോൾ ഒരു നോൺ റെസിഡന്റ് ടാക്സബിൾ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു ഇൻപുട്ട് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ. അത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ്സ് ഇമ്പോർട്ടഡ് ബൈ ഹിം. ബാക്കി എല്ലാ ഇൻപുട്ട് അയാൾ വല്ല പ്രൊഡക്റ്റ് അല്ലെങ്കിൽ വല്ല സർവീസ് അല്ലെങ്കിൽ വല്ല ഗുഡ്സ് അയാൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഇൻപുട്ട് കിട്ടുകയില്ല. ഒരു NRTPക്ക് ഒരു റിലേറ്റഡ് ഗുഡ്സിൻ്റെയും ഇൻപുട്ട് അയാൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ബട്ട് അയാൾ ഇമ്പോർട്ട് ചെയ്ത ഗുഡ്സിൻ്റെ ഇൻപുട്ട് അയാൾക്ക് ക്ലെയിം ചെയ്യാം, അത് മാത്രമേ പറ്റൂ. ഇവിടെ ഗുഡ്സ് എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്, സർവീസ് സ്റ്റിൽ ബ്ലോക്ക്ഡ് ആണ്. വല്ല ഇമ്പോർട്ട് സർവീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻപുട്ട് കിട്ടൂല. ഇത് അറിഞ്ഞു വെച്ചോ, കാരണം ഇത് MCQ ചോദിക്കും. അപ്പോൾ NRTPനെ സംബന്ധിച്ചിടത്തോളം ഓൾ ഹിസ് ഇൻവേർട്ട് സപ്ലൈസ് ബ്ലോക്ക്ഡ്, എല്ലാ പർച്ചേസും ബ്ലോക്ക്ഡ് ആണ് എക്സെപ്റ്റ് ചെയ്ത് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നത് മാത്രം. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വല്ല GST കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് എടുക്കാം, അല്ലാത്തൊരു ഇൻപുട്ട് എടുക്കാൻ പറ്റില്ല. ഇനി ഇമ്പോർട്ട് ഓഫ് സർവീസ് ആണെങ്കിലും അതും എടുക്കാൻ പറ്റില്ല, അതും ബ്ലോക്ക്ഡ് ആണ്. ഓക്കെ, ഇത് പഠിച്ചു വെച്ചോ, MCQ പെർസ്പെക്റ്റീവിലുള്ള പോയിന്റ് ആണ്. ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ വിച്ച് ആർ യൂസ്ഡ് ഓർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ഹിസ് ഒബ്ലിഗേഷൻ അണ്ടർ CSR. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 135 അനുസരിച്ച് ചില കമ്പനീസ് CSR ആക്ടിവിറ്റി ചെയ്യണം.
കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആക്ടിവിറ്റി. എല്ലാ കമ്പനീസും ഇല്ല, കുറച്ച് ക്രൈറ്റീരിയ പാസ്സാവുന്ന കമ്പനീസ് നിർബന്ധമായിട്ട് ഇത് ചെയ്യണം. അതായത് ചാരിറ്റബിൾ പരിപാടി ചെയ്യുന്ന പോലെ. അപ്പോൾ ചില കമ്പനീസൊക്കെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചില കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യും, പർച്ചേസ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അപ്പോൾ ചോദ്യം, പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് കിട്ടുമോ? അതായത് CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഞാൻ വല്ല സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് കിട്ടുമോ? സോ ഗുഡ്സ് ബോത്ത് റിസീവ്ഡ് ബൈ എ ടാക്സബിൾ പേഴ്സൺ വിച്ച് ആർ ഇന്റൻഡഡ് ടു ബി യൂസ്ഡ് ഫോർ, അല്ലെങ്കിൽ യൂസ്ഡ് ഫോർ എന്ത് CSR ആക്ടിവിറ്റി. CSR ആക്ടിവിറ്റിക്കാണ് ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന് ബന്ധപ്പെട്ട ഇൻപുട്ട് കിട്ടൂല. അപ്പം CSR ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് വല്ല ഗുഡ്സ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല സർവീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓർത്ത് വെച്ചോ, MCQ പോയിന്റ് ആണ്. അപ്പോൾ CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് വല്ല ഇൻപുട്ട് വല്ല സാധനങ്ങൾ വല്ല ഗുഡ്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ പേഴ്സണൽ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസസ് എന്ത് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ബ്ലോക്ക്ഡ് ആണ്, ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാനൊരു ടെക്സ്റ്റൈൽ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. 100 ക്വാണ്ടിറ്റി ചുരിദാർ ഞാൻ എന്ത് ചെയ്തു, ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫോർ ദി പർപ്പസ് ഓഫ് ഫർദർ സപ്ലൈ, വിൽക്കാൻ വേണ്ടി വാങ്ങിയതാണ്. പക്ഷേ അതിന് 2 ചുരിദാർ എടുത്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ടുപോയി. എനിക്കല്ല, തെറ്റിദ്ധരിക്കരുത്, എനിക്കല്ല, എൻ്റെ വീട്ടിലുള്ള ആൾക്കാർക്ക് ഞാൻ എന്ത് ചെയ്തു, 2 ചുരിദാർ എടുത്ത് കൊണ്ടുപോയി. അപ്പം 2 ചുരിദാർ ഞാനിവിടെ ഫർദർ സപ്ലൈ ചെയ്യുന്നില്ല, പേഴ്സണൽ കൺസംഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. എത്രണ്ണത്തിന് ഇൻപുട്ട് ക്ലെയിം ചെയ്യാം? 98ന്റെ. 100 ഉണ്ട്, 100 പർച്ചേസ് ചെയ്തിട്ടുണ്ട്, 2 പേഴ്സണൽ കൺസംഷൻ ആണ്, 98 ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പറ്റും. പേഴ്സണൽ കൺസംഷൻ യൂസ് ചെയ്യുന്ന ഗുഡ്സോ സർവീസോ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതേപോലെ ഗുഡ്സ് എന്ത് ചെയ്ത് ലോസ്റ്റ് ആയി, സ്റ്റോളൻ ആയി, ഡിസ്ട്രോയിഡ് ആയി, അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ചെയ്ത്, ഡിസ്പോസ് ചെയ്ത്, അല്ലെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കൊടുത്ത്, അതിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അതിന്റെ ലോജിക്ക് എന്തായിരിക്കും? കാരണം ഇത് ഫർദർ സപ്ലൈ നടക്കുന്നില്ലല്ലോ, ഫ്രീ ആയിട്ട് കൊടുക്കല്ലേ, കൺസിഡറേഷൻ ഇല്ല, ഫർദർ സപ്ലൈ ഇല്ല, ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുക, കൺസിഡറേഷൻ ഇല്ല. അതേപോലെ ലോസ്റ്റ്, നഷ്ടപ്പെട്ട്, ഇനി ഫർദർ സപ്ലൈ നടക്കുന്നില്ലല്ലോ, അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല. അവിടെ ഫർദർ സപ്ലൈ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് യൂസ് ചെയ്യുമ്പോഴല്ലേ ഇൻപുട്ട് കിട്ടുള്ളൂ, രണ്ടും ഇവിടെ നടക്കുന്നില്ലല്ലോ. അതുകൊണ്ടാണ് അതിന്റെ ലോജിക്ക്, അതുകൊണ്ടാണ് ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത്. ലാസ്റ്റ് വൺ, ടാക്സ് പെയ്ഡ് അണ്ടർ സെക്ഷൻ 74, 129, 130 ഒക്കെ പെനാൽറ്റി പ്രൊവിഷൻസ് ആണ്. ഒക്കെ നിങ്ങൾ ഫൈനൽ രീതിയിൽ ഫൈനലിൽ എത്തുമ്പോൾ പഠിക്കും. പെനാൽറ്റി ആയിട്ട് വല്ല ടാക്സ് ഒക്കെ പേ ചെയ്ത്, ഡിമാൻഡ് ആയിട്ട് അല്ലെങ്കിൽ പെനാൽറ്റി ആയിട്ട് വല്ല ടാക്സ് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇൻപുട്ട് കിട്ടില്ല. അത് നല്ല സുഖമല്ലേ? ടാക്സ് എന്തെങ്കിലും ഫ്രോഡ് നടത്തി ഈ ടാക്സ് പെനാൽറ്റി ആയിട്ട് ടാക്സ് പേ ചെയ്യുന്ന, എന്നിട്ട് അത് തിരിച്ചെടുക്കുന്ന ഇൻപുട്ടായിട്ട് നല്ല സുഖമായി പോയി, സമ്മതിക്കില്ല. അപ്പോൾ സെക്ഷൻ 73, 74, 129, 130 അനുസരിച്ചിട്ട് വല്ല ആ പ്രൊവിഷൻ അനുസരിച്ച് ഹിറ്റ് ചെയ്തിട്ട് ഡിമാൻഡ് ഒക്കെ വന്ന് ടാക്സ് അടക്കേണ്ട കേസ് വന്നു കഴിഞ്ഞാൽ ആ അടക്കുന്ന ടാക്സ് ഇൻപുട്ടായിട്ട് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഇത്രയേ ഉള്ളൂ ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സ്. എല്ലാ പ്രൊവിഷനും ഡിസ്കസ് ചെയ്തു. ഓക്കെ, എല്ലാ പ്രൊവിഷനും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക്ഡ് ക്രെഡിറ്റ്സിൽ ഇനി ഒന്നും ബാക്കിയില്ല. ഡൺ ആൻഡ് ഡസ്റ്റഡ് കംപ്ലീറ്റ്ലി. ഓക്കെ, സോ ഫീഡ്ബാക്ക്, സജഷൻ എന്ന് പറയുന്നില്ല, കമൻറ്റ് ചെയ്യുക അബൌട്ട് ദി ക്ലാസ്, ദെൻ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ, ആൻഡ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.